നീരജ് ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ പാലാ മുനിസിപ്പാലിറ്റിയിൽ തന്നെയാണ് വന്നിരിക്കുക. പാലാ മുനിസിപ്പാലിറ്റിയിൽ ഒരു 10 സെന്റ് സ്ഥലത്തില് 2200 സ്ക്വയർ ഫീറ്റ് 2 നില വീടിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. ഈ വീടിന്റെ സ്ഥലത്തിന് ചോദിക്കുന്ന വില 88 ലക്ഷം രൂപയാണ്. 4 ബെഡ്റൂം ഉണ്ട്, 4 ടോയ്ലറ്റ് ഉണ്ട്, കിണർ വെള്ളമുണ്ട്. ഹൈവേയിൽ നിന്നും ഒരു 400 മീറ്റർ ദൂരം കഷ്ടിച്ചേ ഉള്ളൂ. അതുപോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. തൊട്ട് അടുത്തടുത്ത് വീടുകളുണ്ട്, എന്നാൽ പോലും അടുത്ത വീടുകളുണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഈ പ്ലോട്ടിന്റെ പ്ലാൻ തന്നെ റെഡിയാക്കിയിരിക്കുന്നത്. പാല ടൗണിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. വെള്ളം കയറാത്ത മേഖലയാണ്, വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്തൊരു മേഖലയും. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. മാനേജർ ഹോംസ് തന്നെ നിങ്ങൾക്ക് വേണ്ടി ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെടാത്ത രീതിയിൽ എല്ലാ അറേഞ്ച്മെന്റുകളും, അത് ലോൺ ആവട്ടെ, രജിസ്ട്രേഷൻ ആവട്ടെ, അല്ലെങ്കിൽ സർവേ ആവട്ടെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് നഷ്ടം വരാത്ത രീതിയിൽ ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്ന ഏജൻസിയാണ് മീനച്ചിൽ ഹോംസ്. അപ്പോൾ മീനച്ചിൽ ഹോംസിന്റെ ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മീനച്ചിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. പാലാ മുനിസിപ്പാലിറ്റിയിൽ തന്നെയുള്ള ഒരു 2 നില വീടിൻ്റെ ദൃശ്യങ്ങളുമായിട്ടാണ് ഇന്ന് മീനച്ചിൽ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയിലാണ്. ഒരു സൈഡ് മാത്രം ഹൗസ് ബോട്ടുകളാക്കി തിരിച്ച് മറ്റ് സൈഡ് റോഡ് സൈഡിലൂടെ മാത്രം ഇട്ട്, അതായത് 2 സൈഡിലും വീടുകളല്ല, ഒരു സൈഡിൽ മാത്രം വീടുകൾ. അതായത് നമ്മുടെ മുറ്റത്തേക്കല്ല, അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലേക്കൊന്ന് ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ വീടുകളില്ലാത്ത രീതിയിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന 2 നില വീടാണ്. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, 2 നില വീട് കിട്ടാറുണ്ടോ, 2 നില വീട് കിട്ടാനുണ്ടോ എന്ന് ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിളിക്കുക എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. കാരണം എല്ലാവരുടെയും ഫോൺ നമ്പർ പലപ്പോഴും വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോഴൊക്കെ വരുന്ന ഫോൺ കോളുകളാണെങ്കിൽ ഇതൊക്കെ സേവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് എല്ലാ നമ്പറും സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ഈ വീടിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പെട്ടെന്ന് തന്നെ വിളിക്കുക, നേരിൽ വന്ന് കാണാം. 2 നില വീടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കിണർ വെള്ളം, ഇപ്പോൾ ഈ കടുത്ത വേനൽക്കാലത്തും ഇത്രയും നല്ല വെള്ളമുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം വെള്ളം പറ്റാത്ത വെള്ളം ലഭിക്കുന്ന ഒരു മേഖലയാണ്. ആ പ്രദേശത്തൊന്നും അങ്ങനെ വെള്ളത്തിന് വലിയ ഷോർട്ടേജ് ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ മുറ്റമെല്ലാം ഇൻ്റർലോക്ക് പാകിയിട്ടിരിക്കുന്നത് കാണാം. ഏതുവാഹനവും സുഗമമായിട്ട് തിരിക്കാവുന്ന രീതിയിൽ മുറ്റമെല്ലാം ഇൻ്റർലോക്ക് പാകിയിട്ടുണ്ട്. 2200 മേളിൽ സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. അപ്പോൾ 2 നില വീടിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുറ്റം ഇതുപോലെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. 2300 ഈ സ്ഥലത്തിനകത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ മുറ്റത്തിന് അളവ് കുറയും. അപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ പകുതി ഭാഗം ഭൂമിയിലും പകുതി ഭാഗം 2ാം നിലയിലേക്കും ആയി കഴിയുമ്പോൾ അത്രയും കൂടെ സ്ക്വയർ ഫീറ്റ് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ മുറ്റത്തേക്ക് വരുന്ന സ്ക്വയർ ഫീറ്റ് കുറയുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ബാക്ക് സൈഡിലൊക്കെ വന്ന് ചെറിയൊരു അടുക്കളത്തോട്ടത്തിനുള്ളൊരു പോയിൻ്റൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, സ്ഥലമൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് വന്നു. ഇനി വീടിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. 4 ബെഡ്റൂമുള്ള വീടാണ്. വലിപ്പമുള്ളൊരു കാർ പോർച്ചാണ്, നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ചാണ്. 4 ബെഡ്റൂമുള്ള വീടാണ്. 88 ലക്ഷം രൂപയാണ് ചോദിക്കുക. അത് നെഗോഷ്യബിളാണ്. നല്ല ഗേറ്റ്, മുറ്റം. എൻ്റെ വണ്ടി മുറ്റത്തിട്ടിട്ടുണ്ടെങ്കിലും ഇനിയും എത്ര വാഹനങ്ങൾ കയറ്റിയിടാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഞാൻ ഒതുക്കിയല്ല ഇട്ടിരിക്കുന്നത്, എങ്കിൽ പോലും ഇനി എത്ര സ്പേസ് ഉണ്ട് എന്ന് നമുക്കിത് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പില്ലറിലെല്ലാം ടെക്സ്ചർ വർക്കുകളാണ് കൊടുത്തിരിക്കുക. ഈ ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സിറ്റ് ഔട്ട് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുക. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറ് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുക. പാലാ മുനിസിപ്പാലിറ്റിയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ സിറ്റ് ഔട്ടിന് നമുക്ക് ഒരു തേക്കിൻ്റെ തടി കൊണ്ടുള്ള ജനൽപ്പാളികളൊക്കെ കാണാം. സിറ്റ് ഔട്ടിൽ ചെറുതായിട്ട് ഇരിക്കുവാനായിട്ടുള്ളൊരു ചെറിയൊരു ബെഞ്ച് പോലെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഇറങ്ങി പെട്ടെന്ന് ഓടി വന്നു ഈ പില്ലറിലൊന്ന് ചാരിയിരിക്കാനൊക്കെ പറ്റും.
ഒരു രാവിലെ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റിയൊരു ലൊക്കേഷൻ എന്നാണ് എനിക്ക് തോന്നിയത് ഈ ബെഞ്ച് കണ്ടപ്പോൾ. അങ്ങനെ നമ്മൾ ഈ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ ഫ്രണ്ട് ഡോറ് നല്ലൊരു ഡിസൈൻ വർക്കോട് കൂടിയുള്ള ഫ്രണ്ട് ഡോറാണ്. ഈ വീട് ഒരാൾ താമസിക്കുവാനായിട്ട് തന്നെ പണിത വീടാണ്. അദ്ദേഹം കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുന്ന ആളല്ല. അപ്പോൾ വീടിൻ്റെ ഏകദേശം പകുതി മുക്കാലും പണിയായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വൈഫിന് UK പോകുവാനായിട്ടുള്ള വിസ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ വീട് മുഴുവൻ പണിയും കംപ്ലീറ്റ് ചെയ്തിട്ട് വീട് സെയിൽ ചെയ്തേക്കാം എന്നൊരു കൺസെപ്റ്റിലേക്കാണ് വന്നത്. അതുകൊണ്ട് നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് മാത്രം സെയിൽ ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് വീട് പണിത് വിൽക്കുന്ന, അദ്ദേഹം മറ്റ് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ വീട് പണിത് കൊടുക്കുന്ന ആ ഒരു കൺസെപ്റ്റ് ആളെ അല്ല. ഇവിടെ നിന്ന് നമ്മൾ സ്വീകരണമുറിയാണ്. സ്വീകരണമുറിയിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു ബെഡ്റൂമുണ്ട്. നല്ലൊരു ഗസ്റ്റ് റൂമൊക്കെ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ബെഡ്റൂമാണ്. AC പോയിൻ്റാണത്. ജനൽപ്പാളികളൊക്കെ നല്ല രീതിയിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ വായു സഞ്ചാരത്തിന് ഏറ്റവും ഉചിതമാണ്. ഡ്രസ്സിങ് ഏരിയയിൽ നിന്നാണ് ടോയ്ലറ്റിലേക്ക് കയറുന്നത്. ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഇൻബിൽട്ടായിട്ടുള്ള ഭിത്തിക്കകത്ത് വെക്കുന്ന ക്ലോസറ്റാണ് കൊടുത്തിരിക്കുക. ഇവിടെ 2 പൈപ്പ് കാണാം. ഒന്ന് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പാണ്. അതുപോലെ തന്നെ ഷവർ കാര്യങ്ങളെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല മെറ്റീരിയലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ വീണ്ടും ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലൂടെ നമ്മൾ പോവുകയാണ്. ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഒരു ഗസ്റ്റ് റൂമായിട്ട് വേണം ഇടാൻ. കാരണം സ്വീകരണ മുറിയുടെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഏതെങ്കിലും വലിയ നല്ല ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബെഡ്റൂം കൊടുത്തു കഴിഞ്ഞാൽ ഫാമിലിയുമായിട്ട് ഒത്തിരി അടുത്ത് വരാത്തതും എന്നാൽ നല്ലൊരു പ്രൈവസി അവർക്ക് കിട്ടുന്ന രീതിയിലുമുള്ള നല്ലൊരു ഗസ്റ്റ് റൂമായിട്ടിടാം. ഫാമിലിയിൽപ്പെട്ടവരല്ലാത്ത വലിയ ഗസ്റ്റുകൾ ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ കൊള്ളാവുന്ന നല്ല ഒരു ഗസ്റ്റ് റൂമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെയാണ് വാഷ് ഏരിയ വന്നിരിക്കുക. വാഷ് ഏരിയയുടെ സമീപത്ത് തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് നമുക്കിവിടെ കാണാം. ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം പെർഫെക്റ്റായ വർക്കുകളാണ് എന്നുള്ളതാണ് എനിക്കിവിടെ ഈ വീടിനെ സംബന്ധിച്ച് തോന്നിയത്. ഓവറായിട്ടുള്ള മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് കണ്ണിന് കൗതുകം വരുന്ന രീതിയിലോ അങ്ങനെയൊന്നും അല്ല ചെയ്തിരിക്കുക. ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന വർക്കുകൾ ഓരോന്നും അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്ന ഒരു വീട് എന്നുള്ളതാണ്. കാരണം താമസിക്കാൻ പണിത വീടാണെന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ തന്നെ കാണുക. ഏറ്റവും നല്ല മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു വീട് എന്നുള്ളത് തന്നെ. ഇവിടെ ആണെങ്കിൽ അതുകൊണ്ട് 4 പാളി ജനലുണ്ട്. ഇങ്ങനെ ഈ ഏരിയയിലൊക്കെ വീടുകളിൽ ബെഡ്റൂമുകൾ വന്നു കഴിയുമ്പോൾ 4 പാളി ജനൽ തന്നെ കൊടുക്കണം. കാരണം വായു സഞ്ചാരം കയറി ഇറങ്ങേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. തടി കൊണ്ടുള്ളതാണ്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ താഴെ നമ്മളിപ്പോൾ 2 ബെഡ്റൂം കണ്ടു. ബെഡ്റൂമിൻ്റെ ക്ലോസറ്റുകളൊക്കെ കാണാം. ടോയ്ലറ്റിൻ്റെ ക്ലോസറ്റുകളൊക്കെ കാണാം. എല്ലാം ഭിത്തിക്കകത്ത് വെച്ചിരിക്കുന്ന ഏറ്റവും നല്ല കൂടിയ ക്ലോസറ്റുകളൊക്കെയാണ്. അവിടെ നിന്ന് നമ്മൾ 2ാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിന് നേരെ ഓപ്പോസിറ്റ് കാണാം ചെറിയൊരു ഓപ്പൺ കിച്ചണായിട്ടാണ് ആദ്യം ക്രിയേറ്റ് ചെയ്ത് വന്നത്. അപ്പോൾ ഒരു സെമി ഓപ്പൺ കിച്ചൺ എന്നുള്ളൊരു കൺസെപ്റ്റിൽ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ നേരെ ഈ കിച്ചൻ്റെ അകത്തേക്ക് കയറി. കിച്ചനാണെങ്കിലും നല്ല തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് നല്ലൊരു കിച്ചനാണ്. നല്ല കബോർഡ് വർക്കുകൾ, നല്ല വലിപ്പമുള്ള കിച്ചൺ, അതൊക്കെയാണ് ഈ കിച്ചൻ്റെ വലിപ്പമുള്ള നല്ലൊരു പ്രത്യേകതയുള്ള നല്ലൊരു കിച്ചനാണ്. അപ്പോൾ വലിപ്പം കൊണ്ടും കബോർഡ് വർക്കുകൾ കൊണ്ടും അലങ്കൃതമായ നല്ലൊരു കിച്ചൺ.
അവിടെ നമ്മൾ നേരെ വർക്ക് ഏരിയയുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഏറ്റവും കൂടിയ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡോറാണ് ഈ വർക്ക് ഏരിയയിൽ നിന്ന് കൊടുത്തിരിക്കുക. നല്ല ഇരുമ്പിൻ്റെ കമ്പി ഉപയോഗിച്ച്. അതിനുശേഷം കിച്ചണിലേക്ക് കയറുന്നത് വേറൊരു ഡോറ്. അങ്ങനെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, ഏറ്റവും സേഫ്റ്റിക്ക് പറ്റുന്ന രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഡോറ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇനി നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് കയറുകയാണ്. മുകളിലത്തെ നിലയിൽ ബെഡ്റൂമുകൾ, ഹോള്, അതുപോലെ ബാൽക്കണിയൊക്കെ കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യാം. നല്ല ചായ്വ് കൊടുത്തുകൊണ്ട്, നല്ല സ്ലോപ്പ് കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സ്റ്റെയർ കേസാണ്. ചില സ്റ്റെയർ കേസൊക്കെ നമുക്ക് കയറി നടക്കാൻ ബുദ്ധിമുട്ട് വരുന്ന സ്റ്റെയർ കേസുകളുണ്ട്. അത് എൻജിനീയറിങ്ങിൻ്റെ മോശം അല്ലെങ്കിൽ പ്ലാനിൻ്റെ മോശം എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നല്ല സ്ലോപ്പ് കൊടുത്തുകൊണ്ടുള്ള ഒരു സ്റ്റെയർ കേസാണ്. അവിടുന്ന് നമ്മൾ നേരെ മുകളിലോട്ട് കയറിയപ്പോൾ ചെറിയൊരു ഹോള്, ഇവിടെ ഒരു ഫാൻസി ലൈറ്റൊക്കെ ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല. ഈ ബെഡ്റൂം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം. രണ്ട് സൈഡിൽ നിന്നും ജനൽപ്പാളികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കബോർഡ് ചെയ്തിരിക്കുന്നത് കാണാം. മുകളിലത്തെ നിലയിൽ ഒരു കോമൺ ടോയ്ലറ്റാണ് വന്നിരിക്കുക. ഒരു കോമൺ ടോയ്ലറ്റും 2 ബെഡ്റൂമും ഉണ്ട്. ഇത് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് ഇറങ്ങാവുന്ന ഒരു ഡോറാണിത്. ഓപ്പൺ ടെറസ് ഏരിയയ്ക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് 3 എൻട്രൻസ് ആണ്. ഒന്ന് നമ്മളിപ്പോൾ കയറി വന്ന എൻട്രൻസ്, പിന്നെ ഇത് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് ഇറങ്ങാനുള്ളൊരു ഡോറ്, പിന്നെ ഇവിടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ് ഇവിടെ തന്നെയാണ്. ബാൽക്കണിയിലേക്കൊന്ന് ഇറങ്ങിയിരുന്ന് കഴിയുമ്പോൾ നല്ല വ്യൂ ആണ്. നല്ലൊരു, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ വീടുകളില്ല. നേരെ ഈ ഫ്രണ്ടിലുള്ള ഒരു നിരയ്ക്കുള്ള വീടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഓപ്പൺ ടെറസ് ഏരിയയിൽ ഒന്ന് ഇറങ്ങിയിരുന്ന് കഴിഞ്ഞാൽ, ബാൽക്കണിയിൽ ഒന്ന് ഇറങ്ങിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രൈവസിയുമുണ്ട്. എന്നാൽ നല്ലൊരു ഊഷ്മളമായൊരു കാറ്റൊക്കെ കൊണ്ട് നല്ല വൃത്തിയായിട്ട്, നല്ല ഭംഗിയായിട്ടിരുന്ന് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവരാവട്ടെ, പഠിക്കുന്ന കുട്ടികളാവട്ടെ, ഇവർക്കൊക്കെ ഒരു പ്രൈവസിയോടുകൂടി ഇരുന്ന് പഠിക്കുവാനൊക്കെ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. ഇനി നമ്മൾ വീണ്ടും അകത്തേക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു ചെറിയൊരു ഹോള് കണ്ട് ആ ഹോളിന് അങ്ങോട്ടേക്ക് പോവുകയാണ്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. 10 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് അടങ്ങിയിരിക്കുന്നത്. 10 സെൻറ്റ് സ്ഥലവും 2200 സ്ക്വയർ ഫീറ്റ് വീടുമാണ്. 4 ബെഡ്റൂം, 4 ടോയ്ലറ്റും ഉള്ള ഒരു വീടാണ്. അതുപോലെ തന്നെ 2 നില വീട്. ഹൈവേയിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 300-400 മീറ്റർ ദൂരം മാത്രമാണ്. അതുപോലെ തന്നെ നമുക്ക് പാലാ മുനിസിപ്പാലിറ്റിക്കകത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു ഡോറ് തുറന്ന് നമ്മൾ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ ആയിട്ടാണ് കിടക്കുന്നത്. ഇത് വേണമെങ്കിൽ ഒരു ബെഡ്റൂം ആക്കണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു പ്ലാനാണ്. ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ് കാര്യങ്ങൾ എല്ലാം ഇവിടെ തന്നെയാണ് ചെയ്തിരിക്കുക. അപ്പോൾ മീനച്ചൽ ഹോംസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി നാളെയും നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.